വശീകരണ കലയിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് നമുക്ക് ലഭിക്കേണ്ട ലക്ഷ്യപ്രാപ്തിയെ എങ്ങനെയെങ്കിലും വൈകിപ്പിക്കുക എന്നത്. എല്ലാം വിജയിച്ചു എന്ന തോന്നൽ ഉണ്ടാക്കി കൊടുക്കുകയും അത് എല്ലാ അർത്ഥത്തിലും പൂർണ്ണതയിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കുകയും ചെയ്യും. ചപലമായ മനസ്സുള്ളവരെന്നോ മനസ്സിന് ഇളക്കമുള്ളവരെന്നോ ഒക്കെ ഇക്കൂട്ടരെ നമുക്ക് വിശേഷിപ്പിക്കാം. സ്ത്രീകളിലും പുരുഷന്മാരിലും ഈ സ്വഭാവമുള്ളവർ നിരവധി കാണും. ആശകളുടെയും നിരാശകളുടെയും മുൾമുനകൾ ഒന്നുപോലെ സൃഷ്ടിച്ച് ഇരയെ അതിൽ കയറ്റി നിർത്തും. എന്നിട്ട് മോഹന വാഗ്ദാനങ്ങൾ വാരിക്കോരി നൽകിക്കൊണ്ട് ഇരയെ എല്ലാ അർത്ഥത്തിലും കൊതിപ്പിക്കുന്നു. ശാന്തമായി കിടക്കുന്ന കടലിന് ഒരു രീതിയിലുള്ള ഭംഗി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ആ കടലിലെ തിരമാലകളാണ് കടലിനെ വേറിട്ടതാക്കുന്നത്. മനോഹരമായ എന്നാൽ ഇടയ്ക്കൊക്കെ ഭീകരമാവുകയും ചെയ്യുന്ന ആ സാഗര തിരമാലകൾ, അതിന് അർത്ഥതലങ്ങൾ ഏറെയുണ്ട്. ശാന്തതയ്ക്ക് ഒരർത്ഥമേ ഉള്ളൂ. വ്യത്യസ്ത ഭാവങ്ങളൊന്നും അതിന് നൽകുവാനില്ല. വശീകരണ കലയിൽ വാഗ്ദാനങ്ങൾ പലതുണ്ട്. പുതിയ അനുഭവങ്ങൾ കൊണ്ട് ലഭിക്കുന്ന സുഖാനുഭൂതി, അതുവരെ ലഭിക്കാത്ത വർണ്ണക്കാഴ്ചകൾ, അധികാരം, ഇവയിൽ ഏതെങ്കിലുമോ അല്ലെങ്കിൽ തൻ്റെ ഇര ആഗ്രഹിക്കുന്നത് ഏതെങ്കിലുമോ ഉയർത്തിക്കാട്ടി വാഗ്ദാനങ്ങളിലൂടെ വലിയ പ്രലോഭനങ്ങൾ തന്നെ നൽകുകയാണ് ആദ്യം. വളരെ പെട്ടെന്നൊരു കാര്യം നേടിയെടുത്താൽ അതിന് മൂല്യം കുറയും. എന്നാൽ വിജയത്തിലേക്ക് എത്തുവാൻ ചില തടസ്സങ്ങളും പിന്നെ ആ തടസ്സങ്ങളെ നേരിട്ട് സ്വന്തമാക്കുന്നതിലും വലിയ വ്യത്യാസങ്ങൾ ഉണ്ട്.